കൊച്ചമ്മേ, ദാ മുതലാളി വന്നു. ഇപ്പോ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മച്ചി, കുഞ്ഞിനെ കൊണ്ടുവരാൻ പറയും. രുക്മേ, കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുവരൂ? ആയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഭാഗ്യത്തിന് കുഞ്ഞിനെ കാര്യമായി നോക്കാൻ ഒരാളെ കിട്ടി. ഒരാൺകുഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് കൽപ്പിക്കുന്നത് പോലെ. ആ, മോൾക്ക് എലിസബത്ത് എന്ന് പേരിടണം. എന്റെ അമ്മച്ചിയുടെ പേര്. എൽസി എന്ന് വിളിച്ചാ മതി. മോളെ ഇങ്ങ് തരുവായി. കുഞ്ഞിനെ പ്രസവിച്ചവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്നാണ് ആയുടെ അഭിപ്രായം, അല്ലേ? അതാണല്ലോ മുറ. കുഞ്ഞിന്റെ ആയയെ ഞാൻ പരിഗണിക്കണമല്ലോ, അല്ലേ? വാങ്ങിച്ചോളൂ രുക്മേ. വാങ്ങിക്കൂ. വാങ്ങിച്ചോളൂ ആയേ. മാമോദിസ ദിവസം ആയയ്ക്ക് കാര്യമായിട്ടൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. ഈ മാമോദിസ കഴിഞ്ഞ് പോകാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ താമസിച്ചത്. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് പോണം. അപ്പൊ ഇനി എന്ന് വരും? അത് പറയാൻ പറ്റുമോ? മിക്കവാറും മറ്റന്നാൾ ഞാൻ ജപ്പാനിലേക്ക് പോകും. ഗ്രേസിയോട് വരാൻ പറയൂ, സമയമായി. നമുക്ക് പള്ളിയിലേക്ക് ഇറങ്ങരുതോ? ഓ, ഇറങ്ങാം. വേഗം കയറി. സമയമായി, വേഗം വാ. സമയമായി. നിങ്ങൾ മൂന്നുപേരും ബാക്കിൽ കയറിക്കോളൂ. ആയ വരുന്നില്ലെന്ന്. ഇതിനെല്ലാം എന്തിനാണ്? ഇതിനെല്ലാം എന്തിനാണെന്നോ? ഇന്ന് ഉഗ്ര പാർട്ടിയല്ലേ?
പോണെന്നുണ്ട്. കരയില് കരയില് പാല് കുടിച്ചോ പാല് കുടിച്ചോ. എന്റെ മോളില് കരയരുത്. കരയില്ല കരയില്ല കരയില്ല. പാല് കുടിക്ക. കരയരുത് 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 മോളല്ലേ. മത്തായി മത്തായി. ഓ കരയരുത് മോള് കരയരുത്. എവിടെയെങ്കിലും പോയി ആയെ വിളിച്ചോണ്ട് വരും. കുഞ്ഞ് കുപ്പിപ്പാൽ കുടിക്കുന്നില്ലെന്നും കരച്ചിൽ നിർത്തുന്നില്ലെന്നും പറഞ്ഞാൽ അവർ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞെന്ന് പറയും. അഡ്രസ് ഇല്ലാത്ത പാർട്ടി എവിടെ പോയി തിരക്കാനാ? സ്കൂളിനടുത്ത് ജാനകി എന്ന് പറഞ്ഞ സ്ത്രീ താമസമുണ്ട്. ഏത് ജാനകി? എന്ത് ജാനകി? ആരുടെ ജാനകി? തനിക്ക് പോയി തിരക്കാമോ? ഓ, ഈ പിച്ചിപ്പ് വെച്ച് കെട്ടിയാലേ മുലപ്പാല് പറ്റിക്കൊള്ളും. പണക്കാരുടെ കൊച്ചിന് പാല് കൊടുത്ത് വളർത്തിയിട്ട് എന്താ കാര്യം? അവരുടെ സ്വഭാവം മനസ്സിലായില്ലേ? എന്നാ നീ ഇതെടുത്ത് വെച്ച് കെട്ട്. പാല് തിങ്ങിയുന്ന മുലപ്പനിയും ഉണ്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. രുക്മേ, ഒരു കാർ വന്നിരിക്കുന്നു. നിന്നെ വിളിക്കാൻ വന്നതായിരിക്കും. പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. പോയാല് അവരുടെ കുഞ്ഞ് നിന്റെ ചോര പാലാക്കി കുടിച്ചു വളരും. ആയെ തിരക്കി ഞാൻ എവിടെയെല്ലാം പോയി. എന്തിന്? വിളിച്ചുകൊണ്ട് ഇതെല്ലാം ഗ്രേസ് കൊച്ചമ്മ പറഞ്ഞു. വരുന്നില്ലെന്ന് പറയൂ. അങ്ങനെ പറയരുതേ. ആ കൊച്ച് കരച്ചിലോട് കരച്ചിൽ. പാല് നിറച്ച കുപ്പിയിലോട്ട് അത് തിരിഞ്ഞു നോക്കുന്ന പോലില്ല. അതിന് മുലപ്പാല് തന്നെ വേണം. തള്ളയുടെ മുല പിഴിഞ്ഞാൽ ഒരു തുള്ളി പാല് കിട്ടുന്നില്ല. അതുകൊണ്ട് ആയാ തന്നെ വരണം. പണക്കാരുടെ കൊച്ചല്ലേ, അവരെന്തെങ്കിലും കൊടുത്ത് വളർത്തിക്കൊള്ളൂ. ഞാൻ പോകുന്നു ചേച്ചി. എന്നാ പിന്നെ വരുന്നതൊക്കെ അനുഭവിച്ചോളണം. എന്തു വന്നാലും ഞാൻ പോവാണ്. രുക്മി, എന്നോട് ക്ഷമിക്കൂ. ഇനി എനിക്ക് മനസമാധാനത്തോടെ പോകാം. രുക്മ, ഞങ്ങളോട് ക്ഷമിക്കണം. നീ പോകാൻ കാരണം ഞങ്ങൾക്കറിയാം. മദ്യപിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മൃഗമാണ്. ഏതായാലും അങ്ങേര് ബോംബെക്ക് പോയി. അടുത്തെങ്ങും തിരിച്ചു വരില്ല. രുക്മ, എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. എന്റെ കുഞ്ഞിന് രുക്മയില്ലാതെ
ജീവിക്കാനാവില്ല. രുക്മ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് സ്വമനസാല ഞാൻ പോവില്ല, തീർച്ച.